ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെല്ലാവരും കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. രാത്രിയിലത്തെ ഫുഡിന് ശേഷമുള്ള കിച്ചൺ ക്ലീനിങ്ങും പിന്നെ മക്കളുടെ സ്കൂൾ യൂണിഫോം അയൺ ചെയ്യലും അങ്ങനെ കുറച്ച് ചില്ലറ കാര്യങ്ങൾ മാത്രമേ ഉള്ളേ. അപ്പോൾ രാത്രിയിലത്തെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നേ, അതൊന്ന് കഴുകി വെക്കുവാണേ. എല്ലാ ദിവസമൊന്നും ചെയ്യാറില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രം, ചിലപ്പോൾ ആഴ്ചയിൽ 2 തവണയോ അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും പാത്രമൊക്കെ എല്ലാ ദിവസവും കഴുകി വെക്കും കേട്ടോ. അല്ലാണ്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ എല്ലാ ദിവസമൊന്നും ചെയ്യാൻ പറ്റിയെന്നില്ല. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവേ. സ്റ്റൗ ക്ലീനിങ് ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുവേ. കാരണം അതിനായിട്ടൊരു സമയം കണ്ടെത്തി ക്ലീൻ ചെയ്യാറുമുണ്ട്. അതല്ലാണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്തും തുടച്ചുകൊണ്ടിരിക്കും. അത് ഈ കിച്ചൺ സ്ലാബും നമ്മുടെ സ്റ്റൗവും തൂത്തിട്ട് ശീലമായിപ്പോയി. അത് കാരണം അത് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും എൻ്റെ സ്റ്റൗ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇങ്ങനെ തൂത്തിരിക്കുന്നൊരു ശീലം എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും ഒരു ശീലം. അപ്പോൾ അത് കഴിഞ്ഞു. സ്റ്റൗവൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് അഴുക്കൊന്നും ഇല്ലായിരുന്നു, കാരണം എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് കാരണം ഒരുപാട് അഴുക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഓയിലും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ നമ്മൾ ചായപ്പൊടിയും തേയിലയും ഒക്കെ ഇട്ട് വെക്കുന്ന അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ടാകുമല്ലോ. എണ്ണ, ഉപ്പ്, പഞ്ചസാര, തേയില, അത് മാത്രം ഇട്ട് വെക്കുന്ന ഒരു ചെറിയൊരു ബോക്സാണ്. അതും കൂടി ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞു. പിന്നെയും ഇങ്ങനെ തൂത്ത് ശീലമായത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കുറവായിരുന്നു. അത് കാരണം അതും കൂടി ഒന്ന് ആക്കി വെക്കുന്നുണ്ട് ഉപ്പ് ഭരണിയിലോട്ട്. എനിക്ക് കൂടുതലും ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ ഇച്ചിരി ഒരു മടുപ്പ് തോന്നാറുണ്ട്. കാരണം എല്ലാ ദിവസവും ഈ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഒരു മടുപ്പ് തോന്നാറുണ്ട്. നാളെ എന്തുണ്ടാക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്. പക്ഷെ എന്നാൽ ചില ദിവസങ്ങളിൽ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ടാവും. എന്നാലും കൂടുതലും എനിക്ക് ക്ലീനിങ്ങിനോട് ആണ് എനിക്ക് കൂടുതലും താല്പര്യം. കാരണം ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നീറ്റായിട്ടൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ഏറെ ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്ലീനിങ് തന്നെയായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സമയം കണ്ടെത്താറുണ്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. കിച്ചണിൽ കയറിയാൽ പെട്ടെന്ന് ജോലി തീർത്ത് ഇറങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം. പക്ഷേ ക്ലീനിങ്ങിൽ കയറിയാൽ എത്രത്തോളം നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അടുക്കളയിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബാക്കി കിച്ചൺ സിങ്ക് കൂടി ഒന്ന് കഴുകിയിടാം. അതും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മളെന്തായാലും സിങ്കൊന്ന് നമ്മൾ ക്ലീൻ ചെയ്തിടും. പിന്നെ ഡീപ്പായിട്ട് നമ്മളങ്ങനെ ഒരുപാട് ക്ലീൻ ചെയ്യാറില്ലെങ്കിലും എപ്പോഴും എല്ലാവരുടെ കിച്ചൺ സിങ്കൊക്കെ എപ്പോഴും നീറ്റായിരിക്കും. അങ്ങനെ ആ ജോലികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മൾ ക്ലീനിങ് കഴിയുമ്പോൾ നമ്മുടെ അടുക്കള ഒന്ന് കച്ചറയാകുമല്ലോ. അപ്പോൾ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും തൂത്തതിൻ്റെയും തുടച്ചതിൻ്റെയൊക്കെ എല്ലാം വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൂടി ഒന്ന് ഞാൻ അടിച്ചിടുവാണേ. ഇനി നമുക്ക് ഫ്രിഡ്ജൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തൂത്ത് ആ ഫ്രണ്ടിലത്തെ നമ്മളെപ്പോഴും പിടിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എപ്പോഴും എന്തായാലും നമ്മൾ പിടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ രാവിലെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും രാവിലത്തെ കുക്കിങ്ങിലും ഒക്കെ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് നമ്മളങ്ങനെ എപ്പോഴും കെയറോട് കൂടി നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളിപ്പോൾ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നേരെ ഫ്രിഡ്ജിൽ പിടിച്ച് തുറക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേസ്റ്റ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതുകൂടി ക്ലീൻ ചെയ്തിടാവേ. അങ്ങനെ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ച് ടേബിൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ്.
ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുകയല്ല, ജസ്റ്റ് ഒന്ന് എല്ലായിടവും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ വാഷ് ബേസ് ഒന്ന് കഴുകിയിടുവാണ്. പറഞ്ഞ പോലെ എപ്പോഴും ക്ലീനായി കിടക്കേണ്ട ചില കാര്യങ്ങളിൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ബേസ്. കാരണം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഹാളിൽ തന്നെയാണ്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് കയറി വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വാ കഴുകാൻ വരുമ്പോഴാണെങ്കിലും അത് വൃത്തികേടായിട്ട് കിടക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ ബാത്റൂം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ജോലികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരുവാണ്. അപ്പോൾ ഇനി നാളത്തേക്ക് മക്കൾക്ക് സ്കൂളിൽ പോകണമല്ലോ എന്തായാലും. അപ്പോൾ അവരുടെ നാളെ രാവിലെ ജോലി എളുപ്പമാകാൻ വേണ്ടിയിട്ട് അവരുടെ യൂണിഫോം കൂടി ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാ പരിപാടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും എല്ലാം ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത ഭാഗം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ അപ്പോൾ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.